മഴ മോളുടെ പേരാണ്. മോളുടെ പേരാണ്. അത് എന്തായിരുന്നു ആ മഴ എന്നുള്ള കാരണം? എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. ഞാൻ നേരത്തെ ഒരു ഗസൽ ഗായികയുണ്ട് മഴ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര രസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പണ്ട് എനിക്ക് കുറച്ച് നേരത്തെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ടുള്ളൊരു ഗസൽ ഗായികയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പേര് കേട്ട സമയത്ത് രസമുള്ള പേരാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടിയായ സമയത്ത് പെൺകുട്ടിയാണെങ്കിൽ മഴ എന്നുള്ള പേരിടണം എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ പേര് നമ്മൾ പെൺകുട്ടിയാണ്, ഇപ്പോൾ മഴ എന്നുള്ള പേരിട്ടു, മഴ ടി ജോവാൻ. ഓക്കെ. പാലക്കാട് സാർ ഇടയ്ക്കിടയ്ക്ക് പാലക്കാടിലേക്ക് മുങ്ങാണെന്നാണ് ഇപ്പോഴുള്ളൊരു സംസാരം. ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. ഇവിടെ എറണാകുളത്ത് അങ്ങനെ സ്റ്റേ ഒന്നുമില്ല. സിനിമകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ വരുന്ന ഒരാളാണ് ഞാൻ. പാലക്കാട് ഞാൻ ജനിച്ചുള്ള സ്ഥലമാണ്. അച്ഛയും അമ്മയും കോട്ടയംകാരാണ്. പക്ഷെ അവർ ഒരു 72 മുതൽ പാലക്കാടാണ്. ഞാൻ ജനിച്ചത് പാലക്കാടാണ്, പഠിച്ചതും വളർന്നതൊക്കെ പാലക്കാടാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലമാണ് എൻ്റെ വീടും നാടും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിരിക്കുന്നുള്ളൂ. സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇനി ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ ഇല്ല, പ്ലാൻ ഇല്ല. അങ്ങനെ കൊച്ചി ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഈ വെസ്റ്റ് ഫോർഡിൽ ഫിലിം മേക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അതിന് മുമ്പ് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവ് ഏജൻസി ഉണ്ടായിരുന്നു. അതിന് വരുന്ന സമയത്തും ഞാൻ എന്തെങ്കിലും മീറ്റിങ്ങിന് വേണ്ടി ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓഫീസിൽ ഞാൻ ഫുൾ ടൈം ഇരിക്കാറുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും മീറ്റിംഗ്സ് വരുന്ന സമയത്ത് ഒക്കെ ആയിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വെസ്റ്റ് ഫോർഡിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ആ ഷിഫ്റ്റിങ്ങും ഈ പറയുന്ന നല്ലൊരു റെൻ്റൽ ഹൗസിലായിരുന്നു. മാക്സിമം വീട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളതായിരുന്നു. ഫാമിലി എല്ലാവരും അവിടെ പാലക്കാട് തന്നെയാണ്. മമ്മൂക്ക ഞാനല്ലേ ഈ സൈന്യം കണ്ടപ്പോൾ തൊട്ട് അന്നത്തെ ചെറുപ്പത്തിൽ തോന്നിയൊരു ആരാധന ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നതാണ്.